നമസ്കാരം, ഞാൻ രശ്മി സരൻ. ഇന്ന് പച്ചമാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. രണ്ട് രീതിയിൽ മാങ്ങ ചമ്മന്തി തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല വിളഞ്ഞ ചെനച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങേൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതായത് അരിഞ്ഞെടുക്കുമ്പോൾ 1/2 കപ്പ് മാങ്ങ ഉണ്ടാകും. ഇനി ചമ്മന്തി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാങ്ങ കഷ്ണങ്ങളാക്കിയത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിന് പകരമായിട്ട് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒറ്റയടിക്ക് അരച്ചെടുക്കണ്ട, പൾസ് ചെയ്തിട്ട് നിർത്തി അടിച്ചെടുക്കുക. കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിയാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ കല്ലില്ലാത്തവർക്ക് ഇതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നന്നായിട്ട് അരഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് ആദ്യം ചേർക്കാതിരുന്നത്. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ആദ്യത്തെ രീതിയിൽ ചമ്മന്തിയുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിൽ നിന്ന് മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് പച്ചമുളകിന് പകരമായിട്ട് ചുവന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുളകൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 10 ചെറിയുള്ളി ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മുളകിൻ്റെ കൂടെ തന്നെ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ വേറെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 2 രീതിയിൽ അരയ്ക്കുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം. അതേപോലെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മാങ്ങയാണിത്. അതേപോലെ തന്നെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ ഉപ്പും വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നേരത്തെ അരച്ചെടുത്തതുപോലെ തന്നെ നിർത്തി പൾസ് ചെയ്ത് അടിച്ചെടുക്കാം. ചമ്മന്തിയോടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. ഒരുപാട് അരഞ്ഞുകൊണ്ട് ആവശ്യമില്ല. ഇനി ഇത് മിക്സിൻ്റെ ജാറിൽ നിന്നൊന്ന് മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നന്ദി.